ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയും തക്കാളിയും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിലും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി മീൻകറിയാണ്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഈ ഒരു നല്ല മീൻകറി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുഴമ്പ് പരുവത്തിലാവുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. മീൻകറിയിലേക്ക് ആവശ്യമായ കുടംപുളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 കഷ്ണം ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുവാണ്. നന്നായിട്ട് ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇളകി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചൂടായ മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു കറിയെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. സവാള ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിലും കളറിലും നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക. കറക്റ്റ് പരുവത്തിന് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇത് കംപ്ലീറ്റ് ഞാൻ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയ വെളുത്തുള്ളി അല്ലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായതിൻ്റെ പേരിൽ കട്ട് ചെയ്യുന്നില്ല. വലിയ അല്ലിയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാനായിട്ട് നമ്മൾ കുതിരാൻ വെച്ച പുളി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ആ ഒരു ടൈമിൽ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ആ ഒരു മുളകിൻ്റെ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ഒരു പൊടികളുടെ എല്ലാം പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പൊടികളും കൂടി ഒന്ന് കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നമ്മൾ നന്നായിട്ട് വറുത്ത് ഇതുപോലെ ഒരല്പം വെള്ളം ചേർത്ത് അടിച്ചു വരുമ്പോൾ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് മതി കേട്ടോ, ഒരുപാടൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. നമ്മൾ ആ ഒരു വറുത്ത സവാളയിൽ നിന്ന് ഒരല്പം ഫ്രൈ ചെയ്തത് എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തേങ്ങാപ്പാൽ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റും ആവശ്യത്തിനുള്ള തിക്നെസ്സും ഒക്കെ ഉണ്ടാവും. എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഒരു കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി പോരാത്ത വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 കപ്പോളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഫിലോപ്പി മീനാണ്. അത്യാവശ്യം ദശകട്ടിയുള്ള ഏത് മീനും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കണം എന്നില്ല, ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ കറി നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറിലും നല്ല സ്മെല്ലും ഒക്കെയുള്ള നല്ലൊരു മീൻകറിയാണ്. തേങ്ങയും തക്കാളിയും ഒന്നും ചേർക്കാതെ നല്ല കിടിലൻ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിരിക്കും തോറും ഒന്നുകൂടി കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പം ഞാൻ ഫ്രൈ ചെയ്ത സവാള ഒരല്പം ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു കറി നന്നായിട്ടൊന്ന് ആറി തണുത്ത ഒരു 1-2 മണിക്കൂറെങ്കിലും ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുക.
ചോറിനും കപ്പയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി മീൻകറിയാണ് ഈ ഒരു കിടിലൻ മീൻകറി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഒത്തിരി നല്ല നല്ല ഫിഷ് കറി റെസിപ്പീസ് തന്നെ ഒരുപാട് നമ്മുടെ ചാനലിന് മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.